നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ കരിമ്പ് ഉപയോഗിച്ച് മാത്രമാണ് ഇവർ ഈ ശർക്കര ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ, ഏറ്റവും ശുദ്ധവും ഏറ്റവും രുചികരമായിട്ടുള്ള കരിമ്പ് നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ മറയൂർ ശർക്കര ഫാക്ടറിയിലോട്ട് വന്നിരിക്കുകയാണ്. ഫാക്ടറി വിസിറ്റിംഗ് ടൈം 5 മണി മുതൽ 10 മണി മുതൽ 5 മണി വരെയാണ്. ഇതാ അവിടെ പോയിട്ട് എങ്ങനെയാണ് ഫാക്ടറി ശർക്കര ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി കുറച്ച് ശർക്കരയും വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുക. മുമ്പ് ഇതാ റോജപ്പയുണ്ട്, വിൽപ്പിനപ്പയുണ്ട്, ചണ്ടിയാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഫാക്ടറിക്ക് അകത്തോട്ട് പോവുകയാണ്. ഫാക്ടറി എന്തൊക്കെ കാണാമെന്ന് നോക്കാം. ഇവിടെ മൊത്തം ചണ്ടിയാണ്. സോ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൊണ്ട് തന്നെ എനേബിൾ ചെയ്യണേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. എന്നിട്ട് ഷുഗർ ജ്യൂസ് ചണ്ടിതായി ഇരിക്കുന്നത് വലിയ പവർഫുൾ മോട്ടർ വെച്ചാണ് ധരിച്ച് മാറുക. ശേഷം അടുത്ത ലെവൽ ഇതാണ്. പിന്നെ അടുത്ത ലെവൽ സ്റ്റോറേജ് അല്ലയോ? ഫിൽട്രേഷൻ 3 ഫിൽട്രേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് ബാങ്ക്, ഇത് ഫൈനൽ ബാങ്ക്. പിന്നെ ഇവിടെ നിന്ന് അവിടെ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫിൽറ്റർ വയ്ക്കാം. എടുക്കുന്നതിന് മുമ്പായിട്ട് ഫിൽറ്റർ ഉണ്ടല്ലേ? അവിടെ ഇതിലേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഇതാണ് സാധനം. കണ്ട നമ്മുടെ ഇവിടെ ഈ മലയാളം കരിമ്പെടുക്കുന്നത്. ഇവിടെ മലയാളം മാത്രം കരിമ്പ് വേറെ ഏത് കർമ്മമാണ് എല്ലാം ഇവിടുത്തെ എല്ലാം ഇവിടെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഔട്ട്ലെറ്റാണ് അവിടെ ഈ കണ്ണ് ആയിക്കാണ്ട് ഈ സൈഡിൽ തന്നെ കടകളിൽ ഇവിടുത്തെ ഔട്ട്ലെറ്റാണ്. ഇതിന് ഇവിടെ ഉണ്ട്, ഇവിടെ കടമുണ്ട്. ഇവിടെ നമുക്കൊന്നും മേടിക്കാതെ മേടിക്കാൻ. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇതാണ് ശർക്കര പാനിയായിട്ട്. ഇതാ അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ചേച്ചി അതിനകത്തോട്ട് ഒഴിച്ച് അതിനുശേഷം ഉണ്ടയാക്കുന്ന പ്രോസസ്സ് ഇവിടെയാണ്. ഇതിനകത്ത് വരും. അതിനുശേഷം ഡ്രെയിലാക്കി ഡ്രെയിലെടുത്ത് വെക്കും. എന്നാ ചേച്ചി ഏതാ? ചാക്ലേറ്റ് കെട്ടി വെച്ചു. ഓക്കെ, താങ്ക് യു. ചേച്ചിയുടെ പേരെന്നാ? ഉഷ ചേച്ചിയാണ് നമുക്കിത് പറഞ്ഞു തന്നത്. താങ്ക് യു ഉഷ ചേച്ചി. ഇതിനകത്തോട്ട് എല്ലാം സെറ്റപ്പാക്കി വെക്കും. ഇതാണ്, ഇത് വലിയ ചെമ്പാണ്, വലിയ കണ്ട. ഇത് മൊത്തം ശർക്കരയാണ്. ജ്യൂസ് ഇവിടെ വന്ന് ഇതിൻ്റെ പല പ്രോസസ്സ് നടന്നാണ് ഇങ്ങനെ ആകുന്നത്. ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി. നമ്മുടെ ചേട്ടന്മാരൊക്കെ ശർക്കര ഇങ്ങനെ ചെയ്യുകയാണ്. ഇത് കണ്ടില്ലേ? ഓക്കെ, റൈറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മൂന്നാർ യാത്രയുടെ 2ാം ദിവസമാണ് ഇന്ന്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മൂന്നാറിന് പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്കിതൊരു വലിയ ഭാഗ്യമാണ്. മറയൂർ ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറിയിൽ നമ്മൾ കയറി എങ്ങനെ അതിനെ നിർമ്മിക്കാമെന്നുള്ളത് നമ്മൾ കാണുക. ഇപ്പോൾ നിങ്ങൾ ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഇവർ പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവർ കരിമ്പ് ഈ മറയൂർ കാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ മറയൂർ പ്രദേശങ്ങളിൽ നിന്ന് മാത്രമേ ഇവർ ഈ കരിമ്പ് എടുക്കാറുള്ളൂ. വേറെ പുറത്തുനിന്ന് ഒരു കരിമ്പ് ഇവർ എടുക്കാറില്ല. ഈ കരിമ്പ് തന്നെ അവരതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ നീരെടുത്ത് അവിടെ ഒരു നമ്മൾ ആ നീര് വരുന്നത്, അതായത് വന്ന് വീഴുന്ന ആ ബീക്കറിനകത്ത് നിന്നൊരു ഓസുണ്ട്. ആ ഓസ് വഴി കണക്ട് ചെയ്ത് അവർ നേരെ കൊണ്ടുവരുന്നത് ഈ ബാറിലേക്കാണ്. ഈ ബാറിൽ ഒരു 3 ഫിൽട്രേഷൻ, ഇതിന് മുകളിൽ ഒരു ബാറിലുണ്ട്. ആ ബാറിൽ 3 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം നേരെ ഈ നീര് നേരെ ഈ ബാറിൽ വരുന്നത്. ഇവിടുത്തെ 3 ഫിൽട്രേഷൻ കഴിഞ്ഞ് ഈ പൈപ്പ് വഴി ഈ വലിയ ബാറിലേക്ക് വരും. ഈ വലിയ ബാറിൽ നിന്നും ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞ് നേരെ പോകുന്നത്
ശർക്കര ഉണ്ടാക്കുന്ന വലിയ ചേട്ടാ ഇതിൻ്റെ വലിയ പേരെന്താ ഇതിന് പറയുന്നത്? കൊപ്ര. ഇതിൽ ഈ ഒരു പദത്തിലേക്കാണ് ഏകദേശം 3-4 മണിക്കൂർ കഠിനമായ ഇളക്കി അടിയിൽ പിടിക്കാതെ 1 മണിക്കൂറാകും. ഇത്രയും സമയം എടുത്താണ് 3-4 മണിക്കൂറിലെ പ്രോസസ്സിംഗ് ഉണ്ട് ഇവിടെ. അതിന് ശേഷമാണ് അത് ഒരു കാരമൽ മോഡൽ അല്ലെങ്കിൽ ഒരു കാരമൈസഡായിട്ട് അത് ട്രെയിനിലേക്ക് മാറ്റി 1 മണിക്കൂറിനുള്ളിൽ അവരത് കൈക്കകത്തിട്ട് അവർ ശർക്കരയാക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത് ദിനേശ് നമുക്ക് ഈ ഒരു ശർക്കര ഫാക്ടറി കാണിച്ചത് ദിനേശ്വരനാണ്. ദിനേശ്വരനോട് മുഴുവൻ കിടക്കുകയാണ്. ഇത് സ്വീകരിക്കാനൊക്കെ കൊള്ളാം, സ്വീകരിച്ച് കളയാൻ വേണ്ടി കൊള്ളാം. ഇതാണ് എൻ്റെ ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി എന്ന് പറയുന്നത്. വളരെ നല്ല ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതുപോലെ വെള്ളത്തെ ഇത് റിവറ്റ് അടിക്കാണ് റിവറ്റ് അടിച്ച് വെക്കും. എന്നാലും ഇത് ജോലി ഇവർ പറയുന്നത് ഏകദേശം 1000-1300 പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കഠിനമായ ഒരു പരിശ്രമത്തിലൂടെയും കഠിനമായിട്ടുള്ള ഒരു പ്രയത്നത്തിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ശർക്കര. മറയൂർ ശർക്കര എന്ന് പറയുന്നത് നമ്മൾ അറിയാലോ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ശർക്കരയാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത്. മറ്റ് ശർക്കരകളെ അപേക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ അവിടെ പന്തളത്തും തമിഴ്നാടും എല്ലാ ശർക്കര ഫാക്ടറിയുണ്ട്. പക്ഷേ മറ്റ് ശർക്കരകളെ സംബന്ധിച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ്സും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒറിജിനൽ കരിമ്പ് നീര് അത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് നല്ല മനോഹരമായ ശർക്കരയാക്കി തരും. അതായത് ഈ മറയൂർ കരിമ്പിൻ്റെ ഒറിജിനൽ നീര് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഒറിജിനൽ നീര് നമ്മളിപ്പോൾ ഇതിനകത്തൊന്ന് ശകലം ഒന്ന് മേടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒത്തിരി ടേസ്റ്റ് നമുക്ക് എല്ലാവരും ടേസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതിനകത്തൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. നമ്മളതൊന്ന് കുടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ശർക്കര മേടിച്ചോളൂ. താങ്ക് യു ഫ്രണ്ട്സ്. ഇവിടെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ശർക്കര വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. പല ക്വാളിറ്റി ശർക്കരയ്ക്ക് പല വിലയാണുള്ളത്. ഇവിടുത്തെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഇതിന് 150 രൂപ വിലയുണ്ട്. സോ അതിൻ്റെ സാധനം നമുക്ക് കഴിക്കാൻ തരും. അതിന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് സാധനം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണമേ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇതുപോലുള്ള ട്രിപ്പുകൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. താങ്ക്സ്.